വെറും നാല് ചേരുവ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രണ്ടാറായിട്ട് 4 മണി പലഹാരമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ്. വെറും 5-10 മിനിറ്റ് മതി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് വേഗം പോയിട്ട് കണ്ടിട്ട് വരാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനു. നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 2 ഇടത്തരം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് വേർമസല്ലി ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ പരുവത്തിലാവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഏകദേശം പരുവമായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം തന്നെ നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കൽ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ വേർമസല്ലി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തെടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഓപ്ഷണൽ ആട്ടോ, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് എന്താക്കാം, ഒന്ന് മാറ്റി വെക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് തന്നെ നമ്മൾ പഴം കട്ടതിന് ശേഷം എന്തിനാ വേർമസല്ലി കുക്ക് ചെയ്തെടുത്തതെന്ന്. വേർമസല്ലി ഒന്ന് സെറ്റായിട്ട് കിട്ടാനുണ്ട്. പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ പഴം കട്ട് ചെയ്താൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണല്ലോ. ഇനി നമുക്ക് പഴം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് എടുത്തിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ഏകദേശം പരുവായി കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തെടുത്തിട്ട് പകുതി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്തെടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് ഫുൾ നെയ്യ് കൊണ്ടുള്ള പരിപാടിയാണ്? ഞാൻ എടുക്കുന്നത് കണക്ക് ടീസ്പൂൺ കണക്കിനാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നമുക്കിതിന് ആവശ്യമായിട്ട് വരുള്ളൂ. ഇത് ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ദെൻ ഫൈനലി നമുക്ക് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഒന്നും ഇല്ലാട്ടോ, ഒരു നുള്ള ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. പിന്നീട് ഇതിലേക്ക് ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് ഇതിലേക്ക് ഇട്ടെടുക്കുന്നത്. അത് നമുക്ക് നന്നാക്കിയിട്ട് എന്താക്കാം, ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു ഗോൾഡൻ പരുവ ആവുന്ന വരെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് എടുക്കുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 4-5 ഏലക്കം കൂടെ ഞാൻ എന്താക്കി മിക്സിയിൽ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എന്താ ചെയ്യുക, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഗോൾഡൻ പരുവത്തിൽ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ വേർമസല്ലി, അതും കൂടെ എന്ത് ചെയ്യുക, ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം ദെൻ ഫൈനലി നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നെയ്യ് കൊണ്ടുള്ള പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് മിക്സായി നമ്മുടെ സെറ്റായി കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് എടുക്കാം. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടുക്കാച്ചി അടാർ ഐറ്റം പലഹാരം തന്നെയാണ് കേട്ടോ. അതിനൊരു സംശയവും ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവരെന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഞാനിത് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഫൈനലി റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. അടിപൊളിയാണെന്ന് പറയാൻ വയ്യ. അടിപൊളി, വളരെ രുചികരമായിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന കാഷ്യൂവിന്റെയും നമ്മുടെ വേർമസല്ലിയുടെയും പഴത്തിന്റെ ഒക്കെ ടേസ്റ്റ് വേറെ ലെവലിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണെങ്കിൽ വേറെ ലെവലാണ്. തണുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷാനു.